ഏവർക്കും മിഥുനം പബ്ലിക്കേഷൻസ് ഇത്തിരി നേരത്തിന്റെ ഓണാശംസകൾ. സജിക്കാരത്തെ ഇന്നെ നോക്കി കണ്ടടിക്കുകയാണ്. ഇതൊക്കെ എന്താവല്ല വില? നിങ്ങൾ വെറുതെ വില ചോദിച്ച് പോകില്ല, നിങ്ങൾ സാധനം വാങ്ങലില്ലല്ലോ, 5 പൈസ കയ്യിലില്ലല്ലോ. ഇതിങ്ങനെ നിന്നോ ചെറിയ തൊഴിലിട്ടോ ഒരു പണി എടുക്കാതെ എപ്പോ വന്നാലും ഇതിലിങ്ങനെ കാര്യം ഇങ്ങനെ നടന്നത്. അതെ ദൈവമേ, എൻ്റെ നിയന്ത്രണം വെടിയിക്കല്ലേ. 50 വയസ്സായി, ഒരു കല്യാണം പോലും കഴിച്ചിട്ടുമില്ല. ദൈവമേ, ഈ ജഡും ജിലേബിയും കണ്ട് കാലം കഴിയാനാണോ എൻ്റെ വിധി? ഇതൊക്കെ കണ്ടിരിക്കാനോ വിധി? അല്ല, ഇത് കാണാനും വേണ്ട ആൾക്കാർ. അമീറേ, ഞാൻ കൊടുത്തോളടാ സാധനം. അമീറേ, ഇജ്ജ് പോയി ഒരു ചായ കുടിച്ച് പോരടാ. അതിപ്പോൾ ചായ കുടിച്ച് പോകത്തല്ലോ. എന്നാലും ഒന്ന് പോയി കുടിച്ച് പോരിക്കേ. വേണ്ട, എപ്പോൾ കുടിച്ച് പോകത്തല്ലോ. എന്നാലും ഒന്നും കൂടി കുടിച്ചാ ഞാൻ പറഞ്ഞേക്കല്ലോ. ഒരു കാടി കൂടി തന്നാ ഞാൻ പോയതാ. ഇതോ ചായക്കുണ്ടേ എന്നാ ദക്കണേ. ആയിക്കോട്ടെ. ഇതിന് എത്രയാ വില? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആ ചായ കുടിക്കാൻ പോയി അങ്ങോട്ട് വരാഞ്ഞാ മതി. എന്താ പറഞ്ഞേ? അല്ല, ഒന്നുമില്ല. പച്ചക്കറി കടയിലുള്ളതൊക്കെ കോഴികളാണല്ലേ? കോഴിയൊന്നും അല്ല, താറാവുണ്ട് ഇവിടെ. ഓനെ ഞാനേ ചായ കുടിക്കാൻ പറഞ്ഞാ. ആ തോൾസഞ്ചിക്കാരനെന്താ ഇന്നെ നോക്കി കണ്ണടിക്കുകയാണ്. അയാള് കണ്ണല്ലേ അടിച്ചുള്ളത്, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ആട്ടെ, നിങ്ങളെ വീട് എവിടെ? പച്ചക്കറിക്കാരൻ പച്ചക്കറീൻ്റെ പണി എടുത്ത് തന്നാൽ മതി. ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് തന്നാൽ മതി. അയാളതാ പിന്നെയും നോക്കി കണ്ണടിക്കുന്നു. അത് ഭയങ്കര ആള് സുഖമില്ലാത്ത ആളാണ്. ചേട്ടാ, അത് ഇന്ന് വന്നതാ? അതൊക്കെ ഫ്രഷ് അല്ലേ? പിന്നെ ഇന്നൊന്ന് സാധനമാണ് അതൊക്കെ. ഞാൻ കൊടുക്കടാ. വേണ്ട, നിങ്ങൾ കൊടുത്തോളം മതി. ഇനി ഞാൻ കൊണ്ടേ കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങ് ഒരാൾ ഉരുണ്ടി വിളിക്കണം. അതൊന്ന് അടുത്ത് വെച്ചാൽ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടില്ല. മൊബൈൽ നമ്പർ ഒന്ന് വെറുതെ വിളിക്കാനാണ്. താനൊന്ന് പോടോ. ചേട്ടാ, കാറായിട്ട് എവിടെ നിൽക്കണേ? ശരി ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ കൊളത്തിലല്ല എത്തത്. ഞാൻ കണ്ടടാ, സഞ്ചി എടുക്കണേ കൊണ്ടേ കൊടുക്കണേ എന്തൊക്കെ ആയിരുന്നു. ഒരാണാണെങ്കിൽ അത് ചെയ്യോ? മറ്റവനെ തന്നെ കണ്ണടിച്ച് അവിടെ നിൽക്കണം. ഓൻ്റെ 5 പൈസ ഉണ്ടാവൂല. പാവല്ലേ, വേലയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. മനുഷ്യന്റെ കാര്യല്ലേ, എന്താ ചെയ്യുക? പയറെന്താ വില? പയറ് 50 രൂപ. എന്താ എന്താണെന്നറിയാം. ചെറുള്ളി എത്ര വില?
ചെറുപടി ചെയ്തൊക്കെ ഏട്ടാ ഏട്ടാ എന്താ 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 പച്ചക്കറിക്ക് വില ഏട്ടാ ഏട്ടാ ടീച്ചർ എന്തെങ്കിലും പറ്റിയത് ഡോക്ടർ ആ പൈസ എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ മൂപ്പർക്ക് കിട്ടാം എന്താ പഴയ പച്ചക്കറി വല്ലതും ഉണ്ടോ? പുതിയതൊന്നും വാങ്ങാൻ കഴിയില്ല. ഭാര്യയ്ക്ക് സുഖമില്ല, അമ്മയ്ക്കും സുഖമില്ല, അച്ഛൻ മരിച്ചു, കുട്ടികളൊക്കെ കണക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടന്ന് നിങ്ങളെന്തെങ്കിലും തരുന്ന പൈസ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഓണത്തിന് പച്ചക്കറി എന്തെങ്കിലും തരാണ്ടാവുമോ? തരാം തരാം. അല്ലെങ്കിൽ ഇത് വീട്ടിൽ പോകുമ്പോൾ അവരെ കണ്ണെന്നറിയും. കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, ഒന്നും കൊണ്ടേ കൊടുക്കാൻ. കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഒന്ന് പറയാനാണ്. പഴയതും തന്നോട് ഞാൻ കൊണ്ടുപോകാൻ. തരാം തരാം തരാം. അല്ല നിങ്ങളിപ്പോൾ കവിത ഒന്നും എഴുതലില്ലേ? എന്ത് കവിത കിട്ടിയ ജീവിതം തന്നെ പോയില്ലേ. ഇപ്പം എല്ലാവരോടും വെറുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ആ പുഴയിൽ ഇരുന്നിട്ടൊരു കവിത 2 വരി എഴുതി. നെല്ല് കുത്തടി എന്ന് പറഞ്ഞു. എല്ലാവരോടും ദേഷ്യ. അപ്പം ഞാൻ എഴുതിയ എന്താ അറിയോ? നെല്ല് കുത്തടി നായിൻ്റെ മോളെ ഒന്ന് എനിക്ക് വെറുപ്പാണ്. ആരും സഹായിക്കാൻ ചെയ്തോ. ഏതായാലും പഴയ പച്ചക്കറി തരാം കേട്ടോ. പച്ചക്കറി ആയാലും മതി. നല്ല തരണ്ട് കേട്ടോ. നല്ല കൊണ്ടുപോകാം. വേസ്റ്റും പെറുക്കും മയം കൊണ്ട് ആ പാവത പോകും. നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ച് നല്ല പച്ചക്കറിയൊക്കെ നോക്കി കൊടുക്കാം. നല്ലൊരു ഓണല്ലേ, പാവം ഫോണ് കണ്ടില്ലേ? അത് വേണ്ടേനെ ഞാൻ നിങ്ങളോട് പറഞ്ഞാലോന്ന് വിചാരിച്ചതാ. അപ്പം നിങ്ങളെന്നെ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മൾ നല്ല ലേശം അതെ നമ്മൾ കൊടുക്കാം. കേട്ടോ. ഏട്ടാ 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 അവിടെ നിൽക്കി ചേട്ടാ ഇപ്രാവശ്യം ചേട്ടന് ഓണസദ്യക്കുള്ള പച്ചക്കറികൾ ഞങ്ങൾ വെക്കുകയാണ്. അറിഞ്ഞ് സഹായിക്കുമ്പോഴേ ഉയർച്ചയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്കുണ്ടാവും. ചേട്ടാ നിങ്ങൾ പോവാണോ? നിങ്ങൾക്ക് തരാൻ കഴിയുന്നത് തന്നിട്ട് പോയി. ആ എന്നെക്കൊണ്ട് തരാൻ കഴിയണ ഒന്നേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാതെ. അതെന്താ അറിയോ? ഏവർക്കും ഓണാശംസകൾ. ഓട്ടെ.